ഇൻവൈറ്റ് ചെയ്തിന് എല്ലാവരും? Yes, sir. ജോയിൻ ചെയ്ത് എല്ലാവരും ജോയിൻ ആയോ? ആൻസേഴ്സ് കിട്ടിയാ? Sir. MX എത്ര കിട്ടി? MX Sir, MX 320. MX MYO 170. എത്ര? 170. 170. രണ്ടും തെറ്റാണല്ലോ. യദുൽ ഹാരിഷ് ഉണ്ടോ? യദുൽ ഹാരിഷ്. ഒന്ന് ക്യാമറ ഓൺ ചെയ്താ മറ്റേ ആ ഫോഴ്സ് പോളികൾ കാണിച്ചോട്ടെ. ഫോഴ്സ് പോളികളൊന്ന് കാണിച്ചോ. യദുൽ ഹാരിഷ് ഇല്ലേ അവിടെ? ലെഫ്റ്റ് ആയാ? യദുൽ ഹാരിഷ് പ്രണവ് കെ പ്രണവ് കെ പ്രണവ് കെ ഉണ്ടോ? പ്രണവ് കെ ഉണ്ടോ? പ്രണവ് കെ ഉണ്ടോ? ഋത്വിക് ഉണ്ടോ? ഋത്വിക് ഋത്വിക് Yes, sir. ഋത്വിക് ഒന്ന് ക്യാമറ ഓൺ ചെയ്തിട്ട് അതിന്റെ ഫോഴ്സ് പോളി കാണിച്ച. സാറേ അതെന്റെ കംപ്ലീറ്റ് അല്ല. എന്താ കംപ്ലീറ്റ് അല്ലാത്ത? എന്താ കംപ്ലീറ്റ് അല്ലാത്ത? ജിഷ്ണു കെ വി
വിഷ്ണു കെ വി ഉണ്ടാ? യെസ് സാർ. ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് കാണിച്ചാ. ഇത് കംപ്ലീറ്റ് ആണ് സാർ, വരച്ചിട്ടേ മറ്റേത് വരച്ചിട്ടുള്ളൂ. ഏതാ വരച്ചത്? സാർ ഇന്നലെ പറഞ്ഞ ഇത് വരെ വരച്ചിട്ടുള്ളൂ. ഏത് സാർ ഇന്നലെ ലാസ്റ്റ് പറഞ്ഞ വരെ വരച്ചിട്ടുള്ളൂ. ഞാൻ ലാസ്റ്റ് പറഞ്ഞല്ലോ, ഞാനത് നിങ്ങൾക്ക് ചെയ്തു തന്നതല്ലേ. അത് നിങ്ങൾ വരക്കേണ്ട ഫിഗർ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വരക്കേണ്ടതല്ലേ. നിങ്ങൾ കണ്ടുപിടിക്കാനൊന്നുമില്ലല്ലോ ഇതിൽ. അത് വരച്ചത് ഫുൾ ക്വസ്റ്റ്യനിലെ ഗിവൺ ഡാറ്റ യൂസ് ചെയ്തിട്ടല്ലേ. ഈ ക്വസ്റ്റ്യൻ ഞാൻ സോൾവ് ചെയ്യാൻ പറഞ്ഞതല്ലേ. യെസ് സാർ. ചെയ്യാൻ എന്താ? ജിഷ്ണു ദിലീപ് ഉണ്ടോ? ജിഷ്ണു ദിലീപ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്ക്. ജിഷ്ണു ദിലീപ്, ജിഷ്ണു ദിലീപ് ഒന്ന് ക്യാമറ ഓൺ ചെയ്തിട്ട് ജിഷ്ണു ദിലീപ് ഒന്ന് കാണിച്ചോട്ടെ വരച്ചത്. നൈസ്. ചെയ്തിട്ടില്ല. ശ്രീനാഥ് കംപ്ലീറ്റ് ചെയ്തിനാ? ശ്രീനാഥ് ശ്രീനാഥ് ഉണ്ടോ? ശ്രീനാഥ് അക്ഷയ് കൃഷ്ണ അക്ഷയ് കൃഷ്ണ ഉണ്ടോ? യെസ് സാർ. ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് കാണിച്ചാ. അക്ഷയ് കൃഷ്ണ സാർ കാണിക്കുന്നു. ഇത് എന്ത് പോളിഗണാണ്? ഫോഴ്സ് പോളിഗൺ. ഓക്കെ, ആദ്യം നമ്മൾ വരക്കുന്ന ഏതാ? ആദ്യം നമ്മൾ ഏതാ വരക്കുക? ഫോഴ്സ് പോളിഗൺ ആണോ കപ്പിൾ പോളിഗൺ ആണോ? കപ്പിൾ പോളിഗൺ. കപ്പിൾ പോളിഗൺ കാണിച്ചോട്ടെ. ഓക്കെ, കപ്പിൾ പോളിഗൺ ഓൾമോസ്റ്റ് ശരിയാണ്. പക്ഷെ ഫോഴ്സ് പോളിഗൺ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. കപ്പിൾ പോളിഗണിന് നമുക്ക് ഏത് വാല്യൂ കിട്ടുക? ഏത് മാസാ കപ്പിൾ പോളിഗൺ കിട്ടുക? MY എം വൈ ആണ്. എത്ര കിട്ടിയത് എം വൈ? 21.5. 21.4 ആ? മാസ് 118.2. 118 ആണോ? യെസ് സാർ. 182.182.5 ആണ് കിട്ടേണ്ട വാല്യൂ. 182.5 ഇതാണ് കിട്ടേണ്ട വാല്യൂ. മാസിന്റെ വാല്യൂസ് ഒക്കെ ഇന്നലെ ഞാൻ ക്വസ്റ്റ്യൻ തന്നില്ലേ? 200, 300, 400, 200 ഇതല്ലേ മാസിന്റെ വാല്യൂസ്. MA, MB, MC, MD. അതിന്റെയൊക്കെ റേഡിയ എത്രയാ? 80, 70, 60, 80 ഇതല്ലേ? യെസ് സാർ. ഓക്കെ, ഡിസ്റ്റൻസസ് നമ്മൾ ഇന്നലെ മെഷർ ചെയ്ത് വെച്ചതാണ്. ആംഗിൾസ് 45 ഡിഗ്രി ഇൻ ബിറ്റ്വീൻ ആംഗിൾസ് 70 ഡിഗ്രി 120 ഡിഗ്രിയാണ്. അത് നമ്മൾ ഇന്നലെ ഫിഗർ വരച്ചതാണ്. MYയും MXും അതിന്റെ പ്ലെയിനിന്റെ ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ RX, RY ദീസ് ആർ ഓൾസോ ഗിവൺ. 100 mm ആണ്. ഈ വാല്യൂസിലൊന്നും തെറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് 182.5 കിട്ടേണ്ടതാണ്. 180 റേഞ്ചിലുള്ള ഒരു വാല്യൂ കിട്ടേണ്ടതാണ്. 180 കിട്ടിയവരുണ്ടോ? 182.4 പോയി. 182.4 കിട്ടുന്നുണ്ട്. 182.4 ആണോ കിട്ടുന്നത്? സർ
ഓക്കെ 182.4 അല്ല, അത് പ്രശ്നമില്ല. 182.4 എന്നൊരു കുഴപ്പമില്ല. അതായത് 180, 181, 183 ഈ റേഞ്ചിലുള്ള വാല്യൂസ് എല്ലാം അക്സെപ്റ്റബിൾ ആണ്. കാരണം ആ ചെറിയ വേരിയേഷൻ വരുന്നത് നിങ്ങൾ ഫിഗർ വരക്കുന്നതിലുള്ള ആക്യുറസിന്റെ പ്രശ്നം കൊണ്ടാണ് ആ ചെറിയൊരു വേരിയേഷൻ വരിക. അത് പ്രശ്നമല്ല. ഓക്കെ, അക്ഷയ് കൃഷ്ണ കാണിച്ച ഫിഗർ കറക്റ്റ് ആണ്. പക്ഷെ അതില് അക്ഷയ് കൃഷ്ണ ഒന്നും കൂടി ഫിഗർ കാണിച്ചോട്ടെ. ഫോഴ്സ് പോളികളിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് എനിക്ക് തോന്നുന്നത്. ഫോഴ്സ് പോളികൾ എടുത്തൊക്കെ ഉണ്ടാവും. ഫോഴ്സ് പോളികളിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഫോഴ്സ് പോളികളുടെ ഷേപ്പ് കംപ്ലീറ്റ് കാൽക്കുലേഷൻ ഞാൻ കാണിക്കുന്നില്ല. കാരണം കംപ്ലീറ്റ് കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ കുറേ സമയം എടുക്കും. ഫോഴ്സ് പോളികൾ ഏകദേശം ഈ ഒരു രീതിയിലെ ഫോഴ്സ് പോളികൾ വരുന്നത്. ഏകദേശം ഈ ഒരു രീതിയിൽ ക്രോസ് ചെയ്ത് പോകുന്നില്ല. അത് കപ്പിൾ പോളിഗൺ കറക്റ്റ് ആണ്. നികേത് മോഹൻ ഉണ്ട്. നികേത് മോഹൻ നികേത് മോഹൻ ഉണ്ടോ? യദുൽ ഹാരിഷ് ഉണ്ടോ? യദുൽ ഹാരിഷ് ഉണ്ടോ? യദുൽ ഹാരിഷ് കേൾക്കുന്നുണ്ടോ? ആരും മിണ്ടുന്നില്ല. കേൾക്കുന്നുണ്ടോ? Yes, sir. ഓക്കെ, ജിഷ്ണു സജീവൻ. Yes, sir. ജിഷ്ണു വാല്യൂസ് എത്ര കിട്ടിയ? MY 187.5. ഏതാ? MY 187 ആണോ കിട്ടിയ? 187.5. 187. അത് ഫിഗർ വരച്ചാൽ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടാവും. അത്രയും വലിയ വാല്യൂ വേണ്ട. ഓക്കെ, എന്തായാലും നിങ്ങളിപ്പോ ഇത്രയും ആൾക്കാർ ഈ ക്ലാസ്സിലുണ്ട്. ഞാൻ തരുന്ന ന്യൂമറിക്കൽസ് എത്ര കുട്ടികളാണ് ചെയ്യുന്നതെന്നുള്ള ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. ഭൂരിഭാഗം ആൾക്കാരും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു എന്താ പറയുക വാല്യൂ കൊടുക്കുന്നില്ല. ക്ലാസ്സിൽ എന്ത് എടുക്കുന്നോ അത് മാത്രമേ ഇപ്പൊ ഉള്ളൂ. സ്വന്തമായിട്ടൊരു കാര്യവും ചെയ്യുന്നില്ല എന്നുള്ള മനസ്സിലായില്ല. ഇപ്പൊ സപ്പോസ് ലാസ്റ്റ് സെമിസ്റ്റർ പോലെ നിങ്ങൾക്ക് ഒരു കോൺടാക്ട് ക്ലാസ് ഉണ്ടെങ്കിൽ ആ കോൺടാക്ട് ക്ലാസ്സിൽ വന്നിട്ട് നിങ്ങളെ നോട്ട്ബുക്ക് കാണിക്കാൻ പറഞ്ഞാൽ നോട്ട്ബുക്കിൽ ഒന്നും ഉണ്ടാവില്ല. ആസ് യൂഷ്വൽ അതിനായിരിക്കും അവസ്ഥ. ഞാൻ മാത്രം ഇങ്ങനെ ഒരുപാട് എന്താ പറയാ അക്കാഡമിക് കലണ്ടറിലെ ഡേറ്റും കഴിഞ്ഞ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം ഫ്ലൈവീൽ അനാലിസിസ് ഒക്കെ 3 ന്യൂമറിക്കൽ ഞാൻ തന്നെ ചെയ്ത് നോക്കിയതുകൊണ്ട് അത് ബോർഡിൽ നിങ്ങൾക്ക് ഫുൾ എക്സ്പ്ലനേഷനോടെ ഇലാബറേറ്റ് ആയിട്ട് പറഞ്ഞത്. കാരണം അത്രയും ഡിഫിക്കൽട്ട് ന്യൂമറിക്കൽസ് ആണ്. പക്ഷെ അതിന്റെ ഒന്നും ഒരു കാര്യമില്ലെന്ന് എനിക്കിപ്പോ തോന്നുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്വന്തമായിട്ടെല്ലാം പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട്. ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്നില്ല. അതായത് നിങ്ങൾക്ക് എന്തായാലും എക്സാമിനേഷൻ ഇതെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാല് ഇനി ഞാൻ വേറെ ടോപ്പിക് എടുക്കണം എന്ന് വിചാരിച്ചാൽ കാരണം ഇതില് അടുത്തൊരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ പ്രോബ്ലം ആണ്. ബാലൻസിങ്ങിന്റെ റെഗുലർ ആയിട്ട് ചോദിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. ഇൻലൈൻ എഞ്ചിൻസിന്റെ അത് ഞാൻ എടുക്കുന്നില്ല. അത് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്ന ഞാൻ കേൾക്കുന്നു. കാരണം നിങ്ങൾ അത്രയും കഴിവുള്ളവരാണ്. നിങ്ങൾ അത്രയും കഴിവും സ്മാർട്ട്നെസ്സും എല്ലാം ഉള്ളവരാണ്. അപ്പൊ നിങ്ങൾ അത് ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇൻലൈൻ എഞ്ചിൻ നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചു. ഇൻലൈൻ എഞ്ചിന് വേണ്ടി വരുന്ന പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒരു ഫോഴ്സ് പോളിഗണും ഒരു കപ്പിൾ പോളിഗണും മാത്രമേ വരച്ചിട്ടുള്ളൂ. ഇൻലൈൻ എഞ്ചിൻ എന്ന് പറയുമ്പോൾ മൾട്ടി സിലിണ്ടർ എഞ്ചിനാണ്. ഇൻലൈൻ എഞ്ചിന്റെ കൂടെ വി എഞ്ചിൻസ് സെപ്പറേറ്റ് ഉണ്ട്. അതിന്റെ ന്യൂമറിക്കലും ഉണ്ട്. ഈ മൾട്ടി സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുമ്പോൾ 4 ഫിഗർ വരക്കാനുണ്ടാവും.
primary force polygon. Okay. Primary coupled polygon. Secondary force polygon. Secondary coupled polygon. ഈ 4 ഫിഗറും ക്ലോസ്ഡ് ആക്കി വെച്ചിട്ടാണ് വാല്യൂ കണ്ടുപിടിക്കുക. പ്രൈമറി ഫോഴ്സസിന്റെ വാല്യൂ കണ്ടുപിടിക്കണം, പ്രൈമറി ഫോഴ്സസിനെ ബാലൻസ് ചെയ്യണം. സെക്കൻഡറി പ്രൈമറി കപ്പിളിന്റെ വാല്യൂ കണ്ടുപിടിക്കണം, അതിനെ ബാലൻസ് ചെയ്യണം. സെക്കൻഡറി ഫോഴ്സ് എടുക്കണം, അതിനെ ബാലൻസ് ചെയ്യണം. സെക്കൻഡ് കപ്പിൾ എടുക്കണം, അതിനെ ബാലൻസ് ചെയ്യണം. ഇത്രയും ചെയ്താലാണ് ഇൻലൈൻ എഞ്ചിന്റെ ക്വസ്റ്റൻ ഉണ്ടാവുക. ഈ ഇൻലൈൻ എഞ്ചിനിൽ തന്നെ ഡിഫറൻറ്റ് സിനാരിയോസ് ഉണ്ട്. 4 സിലിണ്ടർ എഞ്ചിൻ, 6 സിലിണ്ടർ എഞ്ചിൻ, 8 സിലിണ്ടർ എഞ്ചിൻ. ഇതിനൊക്കെ ഓരോ ചെറിയ കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു ഫോഴ്സ് പോളിയോൺ എന്ന് വെച്ചാൽ അതിൽ നിന്ന് സെർട്ടൺ ഡിഗ്രി ചെരിഞ്ഞിട്ടായിരിക്കും 4 സിലിണ്ടറിന്റെ എഞ്ചിനിൽ അടുത്ത സെക്കൻഡറി ഫോഴ്സസ് വരിക. സിമിലർലി 6 സിലിണ്ടർ ആണെങ്കിൽ പ്രൈമറി ഫോഴ്സസ് വരച്ചാൽ ആ പ്രൈമറി ഫോഴ്സസിന്റെ വെക്ടേഴ്സിന് ഇത്ര ആംഗിൾ ചെരിഞ്ഞിട്ടായിരിക്കും 6 സിലിണ്ടറിന്റെ കേസിൽ സെക്കൻഡറി ഫോഴ്സ് വരിക. ഇങ്ങനെ കുറെ കൺസെപ്റ്റും തിയറീസും ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏതെങ്കിലും റെഫറൻസ് ടെക്സ്റ്റ് നോക്കുക, സ്വന്തമായിട്ട് അങ്ങ് പഠിക്കാം. ഓക്കെ. റെഫറൻസ് ടെക്സ്റ്റ് നോക്കിയിട്ട് സ്വന്തമായിട്ട് പഠിക്കാം. കാരണം ഞാൻ വെറുതെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഒരു 4-5 ആൾക്ക് വേണ്ടിയിട്ട് ആ 4-5 ആൾ മാത്രമേ ഇതിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നോ വീട്ടിൽ പോയിട്ട് നോക്കുന്നോ ഒരു ന്യൂമറിക്കൽ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നു. ബാക്കിയുള്ളവർക്കൊന്നും ഇതൊന്നും തീരെ വാല്യൂ ഇല്ല. അതുകൊണ്ട് ഈ ടോപ്പിക്ക് എല്ലാവരും കേൾക്കാനാ പറയുന്നത്, സ്വന്തമായി പഠിച്ചോളൂ കേട്ടോ. ഇനി ഞാൻ ഇതിന്റെ സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാക്കിയിട്ട് യൂട്യൂബിൽ ഇടാനൊന്നും പോകുന്നില്ല, അത് ഞാൻ ചെയ്യാനേ പോകുന്നില്ല. ഇത് കംപ്ലീറ്റ് ഞാൻ സ്കിപ്പ് ചെയ്യുന്നതാണ്. ഇത് ലൈവ് റെക്കോർഡിലാണ് ഞാൻ കാര്യം പറയുന്നത്. നിങ്ങൾക്ക് റിജോ സാറിനോടോ പ്രിൻസിപ്പളിനോടോ ഡിപ്പാർട്ട്മെന്റ് HOD-നോടോ ആരോട് വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ എന്തായാലും എടുക്കാൻ പോകുന്നില്ല, സ്വന്തമായിട്ട് നിങ്ങൾ പഠിച്ചോളാം. 10 മാർക്കിന്റെ ചോദ്യമാണ്. ഈ ചോദ്യം വരുന്നുണ്ടോ ഇല്ലയോ എന്നല്ല അറിയണമെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു പണി ആദ്യം എടുക്കുക, എന്നിട്ട് ക്ലാസ്സിൽ വന്നിരിക്കുക. ആകെ 40 മിനിറ്റിന്റെ പീരീഡും ഉണ്ട്. അതിൽ തലകുത്തി പറഞ്ഞ് ഓടിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഒരു 5% വർക്ക് പോലും സ്വന്തം ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും അർഹിക്കുന്നില്ല. സ്വന്തമായിട്ട് പഠിക്കാം. ഒരു റെഫറൻസ് സെക്ഷൻ തുറന്നു നോക്കിയാൽ മനസ്സിലാവും അത് അത്രയും ഉണ്ട് എന്നല്ല. തലയിട്ട് അത്രയും വലിയ ന്യൂമറിക്കലാണ്. ഇത് ചെയ്ത് സ്വന്തമായിട്ട് ചെയ്ത് പ്രത്യേകിച്ച് ഇതിനെ പഠിപ്പിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ റൊട്ടേറ്റിംഗ് മാസിൽ തന്നെ ഒരു ചെറിയൊരു ഇപ്പം ബാലൻസിങ് ഓഫ് റൊട്ടേറ്റിംഗ് മാസ് ഇൻ ഡിഫറെന്റ് പ്ലെയിൻസ് ആണ് പഠിച്ചത്. അപ്പൊ അതിൽ വരാൻ പോകുന്ന കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ഈ രീതിയിലായിരിക്കും. പല പല പ്ലെയിനിലുള്ള ഡിഫറെന്റ് റൊട്ടേറ്ററി ബോഡീസ് വന്നിട്ട് അതുവഴി ഈ തരത്തിലുള്ള കുറെ ഗിവൺ ഡാറ്റാസ് വരും. ആ ഡാറ്റാസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ റിക്വയർഡ് വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കേണ്ടി വരും. ആ വാല്യൂസ് കണ്ടുപിടിക്കാൻ ഈ വെക്ടർ ഡയഗ്രാംസ്, കപ്പിൾ പോളിഗൺ ഡയഗ്രാംസ്, ഫോഴ്സ് പോളിഗൺ ഡയഗ്രാംസ് വരക്കേണ്ടി വരും. അതെന്താണ്? അത് ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ കൗണ്ടർ മാസസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇനി ഇതിൽ വരാൻ പോകുന്ന മറ്റൊരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ വർഷം ഈ രീതിയിലാണെങ്കിൽ കമ്മിങ് ഇയർ മറ്റൊരു രീതിയിലാണ്. അതുകൊണ്ട് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടും വരും എന്നല്ല പറഞ്ഞത്. പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മളെ സിലബസിലുള്ള പാർട്സ് റിലേറ്റഡ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടോ അതിന്റെ ബേസിലാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. സാർ ഈ പറഞ്ഞ ചോദ്യം ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ലല്ലോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് കാര്യമില്ല. കാരണം ഇത് 1ഉം 2ഉം ആയിട്ട് മാറിയും പറഞ്ഞും പല ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ടാണ് ഇപ്പം ക്ലാസ് എടുക്കുന്നത്. ഇൻലൈൻ എഞ്ചിൻ ഞാൻ എന്തായാലും എടുക്കുന്നില്ല. അത് പറയാനൊക്കെ കുറേ ഉണ്ട്, ഞാൻ എന്തായാലും എടുക്കുന്നില്ല. കാരണം എടുത്തിട്ട് സമയം കളയാൻ എനിക്ക് വയ്യ. അടുത്ത മൊഡ്യൂൾ, കാരണം ബാക്കി എല്ലാ സബ്ജക്റ്റും 4th മൊഡ്യൂളിൽ എത്തി. ഞാൻ മാത്രം 3rd മൊഡ്യൂളിൽ ഇപ്പോൾ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക്. നിങ്ങൾ അത്രയും സ്മാർട്ടാണ്, സ്വന്തമായിട്ട് പഠിക്കുമെന്ന് അറിയാം. അതുകൊണ്ട് പഠിച്ചോ. ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യാം. ഈ ഒരു ന്യൂമറിക്കലും കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ മൊഡ്യൂൾ നിർത്തിയിട്ട് 4th മൊഡ്യൂളിലേക്ക് പോകാൻ പോകണം. ഓക്കെ, ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? Yes, sir. ആ ക്വസ്റ്റ്യൻ എഴുതിക്കോ.
ക്വസ്റ്റ്യൻ എഴുതിയാ? ക്വസ്റ്റ്യൻ എഴുതിയോ? Sir, last line. ഞാനൊന്ന് ക്വസ്റ്റ്യൻ വായിക്കാം. A shaft supported in bearings 1.6 meter apart projects 400 millimeter beyond bearings at each end. It carries 3 pulleys, one at each end and one at the center of its end. The masses of the end pulleys are 40 kg and 22 kg, and their centers of mass are 12 mm and 18 mm respectively from the shaft axis. The mass of the center pulley is 38 kg and its center of mass is 15 mm from the shaft axis. The pulleys are arranged in a manner that they give static balance. Determine the relative angular positions of pulleys. Second, the dynamic forces developed on the bearings when the shaft rotates at 210 rpm. ഈ ക്വസ്റ്റ്യനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെന്റൻസ് ആ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദ പുള്ളീസ് ആർ അറേഞ്ച്ഡ് ഇൻ എ മാനർ ദാറ്റ് ദേ ഗിവ് സ്റ്റാറ്റിക് ബാലൻസ്. ക്വസ്റ്റ്യനിൽ സ്റ്റാറ്റിക് ബാലൻസിലാണ് ഈ സിസ്റ്റം ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാറ്റിക് ബാലൻസ് ആണ്, നോട്ട് ഡൈനാമിക് ബാലൻസ്. സോ സ്റ്റാറ്റിക് ബാലൻസ് പറഞ്ഞാൽ അപ്പൊ തന്നെ മനസ്സിലാക്കുക, ഈ ബാലൻസ് കണ്ടീഷൻ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ കൗണ്ടർ മാസസ് ഒന്നും അല്ലെങ്കിൽ ബാലൻസിങ് മാസസ് ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതല്ല ക്വസ്റ്റ്യൻ. സ്റ്റാറ്റിക് ബാലൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കാം, ഫോഴ്സ് പോളിഗൺ ഓൾറെഡി ക്ലോസ്ഡ് ആയി. ഇതുവരെ നമ്മൾ ചെയ്തെന്താ, ഫോഴ്സ് പോളിഗൺ വരച്ചിട്ട് ആ ഫോഴ്സ് പോളിഗണെ ക്ലോസ് ചെയ്യുവാണ് ചെയ്യുന്നത്. But the condition the force polygon will already be closed because static balance. Dynamic balance നെ പറ്റി ഒന്നും പറയാത്തതുകൊണ്ട് ഡൈനാമിക് ബാലൻസ് ആണോ അല്ലയോ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് അസ്യൂം ചെയ്യണം, കപ്പിൾസ് ഓൾറെഡി ഉണ്ടാവും. കപ്പിൾസ് will prevail. അതായത് കപ്പിൾസ് എന്തായാലും ഉണ്ടാവും. ബട്ട് സ്റ്റാറ്റിക് ബാലൻസ് ആയതുകൊണ്ട് ഫോഴ്സ് പോളിഗൺ ഓൾറെഡി ക്ലോസ്ഡ് ആയിട്ടുള്ള സാധനമായിരിക്കും. ഇനി ഇതിൽ കണ്ടുപിടിക്കാൻ പറയുന്നത്, ഒന്ന് റിലേറ്റീവ് ആംഗുലാർ പൊസിഷൻ ഓഫ് പുള്ളീസ്. അതായത് 3 പുള്ളി പുള്ളി 1, 2, 3 ആണെങ്കിൽ ഈ തീറ്റാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പുള്ളി 1-ന്റെയും 2-ന്റെയും ഇടയിലുള്ള ആംഗിൾ, പുള്ളി 2-ന്റെയും 3-ന്റെയും ഇടയിലുള്ള ആംഗിൾ, പുള്ളി 1-ന്റെയും 3-ന്റെയും ഇടയിലുള്ള ആംഗിൾ. സെക്കൻഡ് വൺ, the dynamic forces developed on the bearings when the shaft rotates at 210 rpm. See, അവിടെയും ഡയനാമിക് ഫോഴ്സസ് എന്ന് പറയും. ഡയനാമിക് ബാലൻസിൽ അല്ലാത്ത ഒരു സിസ്റ്റം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഡെഫിനറ്റ്ലി ഒരു ഡയനാമിക് അൺബാലൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ എപ്പോഴും ഫോഴ്സസ്, ഈ അഡീഷണൽ ആയിട്ട് ഇതിന്റെ മേലെ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നതായിട്ട് പറയുന്നില്ല. അപ്പൊ ഈ ഷാഫ്റ്റിന്റെ മേലെ അല്ലെങ്കിൽ ബെയറിങ്സിന്റെ മേലെ ഉണ്ടാവേണ്ട ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് മസ്റ്റ് ബി ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദ മാസ് ഓഫ് ദ പുള്ളീസ് വിച്ച് ഈസ് ഹെൽഡ് ഓൺ ദ ഷാഫ്റ്റ്സ്. സോ അവിടെ ഡെവലപ്പ് ആവുന്ന ബെയറിങ്സിലെ മാസ് ഫോഴ്സസ് ആണ്. ഒരു ബെയറിംഗിൽ എപ്പോഴും ഉണ്ടാകുന്ന ഫോഴ്സ് എന്താണ്, റിയാക്റ്റീവ് ഫോഴ്സസ് ആണ്. അത് ഓൾവേസ് മനസ്സിൽ വെക്കുക. ഒരു ബെയറിംഗ് എന്ന് പറഞ്ഞാൽ 2 ഷാഫ്റ്റിനെ ജോയിൻ ചെയ്യിക്കാനോ ഷാഫ്റ്റും മറ്റെന്തെങ്കിലും സാധനമായിട്ട് ജോയിൻ ചെയ്യിക്കാനോ യൂസ് ചെയ്യുന്ന സാധനമാണ് ബെയറിംഗ്. ആ ബെയറിങ്സിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ ഫോഴ്സ് ഒരിക്കലും കൊടുക്കൂല, ഒരു സിസ്റ്റത്തിലും കൊടുക്കൂല.
ബാരിങ്സിൽ എന്ത് ഫോഴ്സാണ് പക്ഷെ ഉണ്ടാവുക, അതുമായി ജോയിൻ ചെയ്ത ബോഡീസിന്റെ മേലുള്ള ഫോഴ്സ്, അതുകൊണ്ടുള്ള റിയാക്ഷൻ ഫോഴ്സസ് ആണ് ബാരിങ്സിൽ എപ്പോഴും ഉണ്ടാവുക. സോ ഡയനാമിക് ഫോഴ്സസ് ഡെവലപ്ഡ് ഓൺ ദ ബാരിങ്സ് ഇഫ് യു ആർ സപ്പോസ് ടു ഫൈൻഡ് ഔട്ട്, നമ്മൾ ആദ്യം അവിടെ ഡയനാമിക് അൺബാലൻസ് കണ്ടുപിടിക്കണം. ആ ഡയനാമിക് അൺബാലൻസിന് ഇക്വലന്റ് ആയിട്ടുള്ള റിയാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന ഡയനാമിക് ഫോഴ്സസ് ബാരിങ്സ്. ഈ കൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കുക. ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കുക. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ബോർഡിൽ നോക്കുക. സോ ഇവിടെ സ്റ്റാറ്റിക് ബാലൻസിലാണ് തന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം തന്നെ ഈ ടേബിൾ ഓർ കോളം ഇതിൽ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെയ്യണമെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക്, കാരണം ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്, മാസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. സോ അങ്ങനെ ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഞാൻ ഡിഫറെന്റ് ടെക്സ്റ്റ് ബുക്സ് ഉണ്ട് നമുക്ക്. അപ്പൊ ഡിഫറെന്റ് ടെക്സ്റ്റ് ബുക്കിലും ഡിഫറെന്റ് രീതിയിലാണ് ഫിഗേഴ്സ് വരച്ചിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ പോലെ പൊസിഷൻ ഓഫ് പ്ലെയിൻസ് കാണിക്കുന്ന ആ ഫിഗർ മാറ്റിയിട്ട് ഞാൻ അതിനെ വേറെ രീതിയിലാണ് വരക്കാൻ പോകുന്നത്. ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഇതാണ് ഷാഫ്റ്റ്. ഈ ഷാഫ്റ്റിന്റെ ഇവിടെയാണ് ഒരു ബെയറിംഗ്, ഇവിടെയാണ് ഒരു ബെയറിംഗ്. ഈ രണ്ട് ബെയറിംഗിന്റെ ബിയോണ്ട് 400 മീറ്റേഴ്സ് അഡീഷണൽ ആയിട്ട് ഡിസ്റ്റൻസ് പോകുന്നുണ്ട് എന്ന് പറയുന്നത്. ആ 400 മീറ്റർ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഷാഫ്റ്റിന്റെ എൻഡ് എവിടെയാണ്? ഇത് 400 ആണ്, ഇത് 400 ആണ്. ഇതാണ് ബെയറിംഗ്സ്. ബെയറിംഗ് 1, ബെയറിംഗ് 2. ഇനി 3 പുള്ളീസ് ആണ് ഇവിടെ ഉള്ളത്. പുള്ളീസ് എവിടെയുള്ളത്? 2 പുള്ളീസ് ഇതിന്റെ അറ്റത്തും, ഒരു പുള്ളി ഈ ഷാഫ്റ്റിന്റെ എക്സാക്ട് ലെങ്ത്തിന്റെ നടുക്കോടുന്നതാണ് പുള്ളിന്റെ പൊസിഷൻസ്. ഞാൻ ഇതിന് പുള്ളി 1, ഇത് പുള്ളി 3, ഇത് പുള്ളി 2 ആയിട്ട് എടുക്കണം. പുള്ളിന്റെ മാത്രമേക്കുള്ള സെന്റർ ഓഫ് ഗ്രാവിറ്റി നമുക്കറിയില്ല, അത് നമുക്ക് തന്നിട്ടില്ല. 2 ബാരിങ്സും തമ്മിലുള്ള പരസ്പരമുള്ള ഡിസ്റ്റൻസ് 1.6 മീറ്റേഴ്സ് ആണ് തന്നിട്ടുള്ളത്. This distance is 1.6 meters, 1600 millimeters. ഇനി ഇത് ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് സ്റ്റാറ്റിക് ബാലൻസിലാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, റേഡിയസ് തന്നിട്ടുണ്ടല്ലോ. ഇത് 40 കിലോഗ്രാം ആണ്. എൻഡിലുള്ള പുള്ളി ഒന്ന് 22 കിലോഗ്രാം ആണ്. ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 12 mm, 18 mm. ഓക്കെ, മാസ് ഓഫ് സെന്റർ ഓഫ് പുള്ളീസ് ഈസ് 38 കിലോഗ്രാം. ഇത് 38 കിലോഗ്രാം ആണ് തന്നിട്ടുണ്ട്. അതിലേക്കുള്ള റേഡിയസ് തന്നിട്ടുണ്ട് 15 mm. സോ നമുക്ക് ഇത് ഒറ്റയടിക്ക് ആദ്യം കണ്ടുപിടിക്കാൻ പറ്റുന്ന വാല്യൂസ് M1 R1. M1 എന്ന് പറഞ്ഞാൽ ഇത് എടുത്തോ, പുള്ളി. ഇത് M3, ഇത് M2, M2 R2, M3 R2. ഇത് മൂന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് മൂന്നും കണ്ടുപിടിച്ചാൽ നമുക്ക് ഇതിന്റെ ആംഗുലാർ പൊസിഷൻസ് ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആംഗുലാർ പൊസിഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? M1 R1, M2 R2, M3 R3. ഇത് മൂന്നും എന്താണ്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ് ആണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ് ആണ്. സോ ഇവർ തമ്മിലുള്ള ഫോഴ്സ് വെക്ടേഴ്സിന്റെ ആംഗിൾസ് എത്രയായിരിക്കും? അതേ ആംഗിൾ ആയിരിക്കും ഈ മാസസ് ആക്ച്വലി ആ പ്ലെയിനിൽ നിൽക്കുന്ന ആംഗിൾ. അതിന് വ്യത്യാസമില്ല, കാരണം ഫോഴ്സസ് എപ്പോഴും റേഡിയലി ഔട്ട്വേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ റേഡിയൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ റേഡിയൽ ഡിസ്റ്റൻസിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, അതേ ഡയറക്ഷൻ ആയിരിക്കും ഫോഴ്സ് വരുന്നത്. M1 R1, M2 R3, M3 R3 കണ്ടുപിടിച്ചാൽ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് M1 R1 ഇതിനെ ഞാൻ സ്കെയിൽ ചെയ്യും. ഈ ഫോഴ്സസിന്റെ വാല്യൂസിന് സ്കെയിൽ ചെയ്യും. എന്നിട്ട് ഈ M1 R1 എന്നുള്ളത് ഞാനൊരു ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആദ്യം ഇവിടെ O എടുക്കും, A എടുക്കും,
ഇതെന്താണ്? ദിസ് ബിലോങ്സ് M1 ആണ്. കാരണം മൂന്ന് ഫോഴ്സും തമ്മിൽ റിലേറ്റീവ് ആംഗിൾസ് ആണ് എടുക്കുന്നത്. സോ ആദ്യത്തെ ഫോഴ്സ് ഞാൻ ഹൊറിസോണ്ടൽ ആണ് എന്ന് അസ്യൂം ചെയ്തു. അങ്ങനെ അസ്യൂം ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല, കാരണം ക്വസ്റ്റ്യനിൽ അതിനെപ്പറ്റി ഒന്നും പർട്ടിക്കുലർ ആയിട്ട് പറഞ്ഞിട്ടില്ല. റിലേറ്റീവ് ആംഗിൾസ് മാത്രമേ വേണ്ടൂ. ഇതിങ്ങനെ വരച്ചു. രണ്ടാമത്തെ M2R2 വാല്യൂ, സ്കെയിൽ ചെയ്ത വാല്യൂ ഞാൻ കോമ്പസിൽ എടുത്തിട്ട് എ എന്ന് പറഞ്ഞ പോയിന്റ് സെന്റർ ആക്കി വെച്ചിട്ട് ഞാൻ ഒരു ആർക്ക് എടുത്തു. മൂന്നാമത്തെ M3R2 അതിന്റെ വാല്യൂ, സ്കെയിൽ ചെയ്ത വാല്യൂ ഞാൻ റേഡിയസ് ആക്കി എടുത്തു. O സെന്റർ ആക്കി വെച്ച് വീണ്ടും ഒരു ആർക്ക് എടുത്തു. അത് രണ്ടും കൂടി ഒരു പോയിന്റ് കിട്ടി. ഇതിന് ഞാൻ ഇങ്ങോട്ടും ജോയിൻ ചെയ്യും, ഇത് ഞാൻ ഇങ്ങോട്ടും ജോയിൻ. സോ ഇത് ഇങ്ങനെയും വരും, ഇത് ഇവിടെ ഇങ്ങോട്ട് വരും. സ്റ്റാറ്റിക് ബാലൻസ് ആയതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് ഇത് ക്ലോസ് ആവും നമുക്ക് അറിയുന്നുണ്ട്. ഈ മെത്തേഡ് നമുക്ക് ചെയ്യാം. സോ ഇതെന്താണ്? ഇത് M2R2 ആണ്, ഇത് M3R2 ആണ്. ഈ എയും ഈ ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിച്ച് എന്തായി? സെക്കൻഡ് ഇതും തമ്മിലുള്ള ആംഗിൾ. ഇവിടെ ഒരു ഹൊറിസോണ്ടൽ വരച്ചിട്ട് ഒന്നുകിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിച്ചാൽ എന്തായി? തേർഡ് ആംഗിൾ കിട്ടേണ്ട വാല്യൂ ആണ്. ഇവര് തമ്മിലുള്ള ആംഗിൾ ഇത് മെഷർ ചെയ്താൽ ആ ആംഗിൾ കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ ഈ പറഞ്ഞത്? നോക്ക്, ഈ ഫസ്റ്റ് പുള്ളിനെ ഞാൻ ഇങ്ങനെ ഈ ഫിഗറിൽ തന്നെ ഞാൻ ഇങ്ങനെ എടുക്കും. ഇതാണ് എന്റെ പുള്ളി 1, 0 ആംഗിൾ ആണ്. രണ്ടാമത്തെ പുള്ളി 2 ആണ് അല്ലെ. പുള്ളി 2ന്റെ ആംഗിൾ ഇത്ര എടുക്കും. സോ ഇതേ ലൈനിന് പാരലൽ ഞാൻ റീഡിംഗ് ലൈൻ വരച്ചാൽ ഇതെന്റെ പുള്ളി 2 ആയി. സെക്കൻഡ് പുള്ളി. തേർഡ് വൺ ഇങ്ങനെ എടുക്കും. ഞാൻ ഇവിടുന്ന് ഇതിന് പാരലൽ ഞാൻ ഇങ്ങനെ ലൈൻ വരച്ചാണ്. 3 മാസമായി. മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആണോ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫോഴ്സസ് അതെങ്ങനെ കണ്ടുപിടിക്കാം? അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഡൈനാമിക് അൺബാലൻസ് ആദ്യം കണ്ടുപിടിക്കണം. ഡൈനാമിക് അൺബാലൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? M1R1 പോലെ M1R1 L1 L2 L3 ഈ മൂന്ന് സാധനം M1R1 L1 M1R2 L2 M1R3 M3R3 L3 ഉണ്ട്. ഈ കപ്പിൾസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് ഇതിൽ കൗണ്ടർ മാസസ് ഇല്ലാത്തതുകൊണ്ട് ഓൾറെഡി തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഈ പുള്ളി 1 പുള്ളി 2 പുള്ളി 3ന്റെ ഏതെങ്കിലും ഒരു പ്ലെയിന്റെ റെഫറൻസ് പ്ലെയിൻ ആയിട്ട് ഞാൻ ഈ പുള്ളി 1ന്റെ പ്ലെയിന്റെ റെഫറൻസ് പ്ലെയിൻ ആയിട്ട് എടുക്കും. അങ്ങനെയാണെങ്കിൽ റെഫറൻസ് പ്ലെയിൻ, അതായത് നേരത്തെ നമ്മൾ ഇങ്ങനെയുള്ള ഫിഗറാണ് വരച്ചത്. ഈ ഫിഗർ എടുക്കുമ്പോൾ ഇതിൽ നിന്ന് താഴോട്ടുള്ള ഡിസ്റ്റൻസ് നിന്ന് നേരെയുള്ള ഡിസ്റ്റൻസ് അതിലെത്താണ്. ഇതിൽ നിന്ന് ഒരു ഭാഗത്തേക്കേ ഡിസ്റ്റൻസ് ഉള്ളൂ. കാരണം ഈ RP നിന്ന് ഈ സെക്കൻഡ് പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ കണ്ടുപിടിക്കണം. ഇതാണ് L2. ഈ RP നിന്ന് ഈ തേർഡിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. ഇതാണ് L3. L1 0 ആയിരുന്നു. ഇത് തന്നെയാണ് എന്റെ റെഫറൻസ് പ്ലെയിൻ. സോ L2 L3 കൂടി ഉണ്ട്. ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് എന്ത് ചെയ്യും? M1R1 M2R2 L2 M3R3 L3 ഇടും. ഈ മൂന്ന് കപ്പിൾസും കിട്ടിയാൽ എനിക്ക് നേരെ കപ്പിൾ പോളികൾ ക്രിയേറ്റ് ചെയ്യാം. കപ്പിൾ പോളികൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കാം? കപ്പിൾ പോളികൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. M1R1 L1 ഇല്ല, കാരണം ദിസ് ബിക്കംസ് 0. കാരണം L1 = 0. റെഫറൻസ് പ്ലെയിൻ ആണല്ലോ L1. M2R2 M3R3 അതുമായി ബന്ധപ്പെട്ട് കപ്പിൾ പോളികൾ എന്ന് പറഞ്ഞാൽ കപ്പിൾ പോളികൾ ഒരു ട്രയാങ്കിൾ തന്നെ കിട്ടും. കാരണം M2R2 L2ന്റെ ഫിഗറും ഇതിന് പാരലൽ ഇതേപോലെ കിട്ടും. സ്കെയിൽ ചെയ്താൽ ഇതേപോലെ കിട്ടും. M3R3 L3ന്റെ ഫിഗർ എന്ത് ചെയ്യും? ഇതിന് പാരലൽ M3R3ക്ക് പാരലൽ ഇങ്ങനെ തന്നെയാണ്. ഇനി ലാസ്റ്റ് വൺ ക്ലോസിംഗ് സൈഡ് ആണ്, അത് ഇങ്ങനെയും വരും. ഇതായിരിക്കും എന്തെന്ന് ഈ വാല്യൂ എന്തായിരിക്കും? അതായിരിക്കും അൺബാലൻസ്. ഇതിൽ MCRC എഴുതാനില്ല, ഇതാണ് അൺബാലൻസ് കപ്പിൾ. ആക്ച്വലി നമുക്ക് ഇവിടെ കിട്ടുന്നത് M3R3 ആയിട്ടില്ല. അൺബാലൻസ് കപ്പിൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി M×R×L×ω². ω² കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിൽ സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് തന്നില്ലേ ക്വസ്റ്റ്യനിൽ?
ക്വസ്റ്റിന് സ്പീഡ് വന്നിട്ടുണ്ടോ? 210. ഓക്കെ, ക്വസ്റ്റ്യനിൽ നിങ്ങൾ സ്പീഡും കൂടി എഴുതിയെടുത്തോ. n is equal to 200 rpm എഴുതിയെടുത്തോ. ക്വസ്റ്റ്യനിൽ n is equal to 200 rpm എഴുതിയെടുത്തോ. സോ n into r into l നമുക്ക് ഇവിടെ തന്നെ ഈ തന്നെ വാല്യൂ കിട്ടും. മൾട്ടിപ്ലൈഡ് ബൈ ഒമേഗ സ്ക്വയർ. ഒമേഗ സ്ക്വയർ 2πn/60. അതൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ ഷുഡ് ബി ഈക്വൽ ടു ഈ ബെയറിംഗിൽ ഉണ്ടാക്കുന്ന പ്രഷർ അല്ലെങ്കിൽ ഫോഴ്സ്. ആ ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന കപ്പിൾ തന്നെയായിരിക്കും ഈ അൺബാലൻസ്. ദാറ്റ് മീൻസ് ബെയറിംഗിൽ ഒരു ഫോഴ്സ് എഫ് ഉണ്ടെങ്കിൽ ആ എഫ് മൾട്ടിപ്ലൈഡ് ബൈ ദിസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എഫ് ഇൻറ്റു 1.6 മീറ്റർ, അതായിരിക്കണം ഇവിടെ കിട്ടുന്ന ഈ അൺബാലൻസ്. സോ ഈ കിട്ടുന്ന അൺബാലൻസ് ഡിവൈഡഡ് ബൈ 1.6 ചെയ്താൽ നമുക്ക് സെക്കൻഡ് ആൻസർ എഫ് കിട്ടും. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്.